എല്ലാവർക്കും നമസ്കാരം. ഓരോ ദിവസവും ടാർഗറ്റും ഡെഡ്ലൈനും ഇങ്ങനെയുള്ള ഒരുപാട് കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റിയും നിങ്ങളുടെ മനസ്സിനെ ക്ഷീണിപ്പിക്കാറില്ലേ? ശരീരത്തെ ക്ഷീണിപ്പിക്കാറില്ലേ? നിങ്ങളുടെ മസ്തിഷ്കം സമ്മർദ്ദാവസ്ഥയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ക്ഷീണം അനുഭവപ്പെടുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ആൾറെഡി അറിയാമായിരിക്കാം. തീർച്ചയായും അത് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ചിലർക്ക് സമ്മർദ്ദം കുറവ് അനുഭവപ്പെടുകയും ചിലർക്ക് കൂടുതൽ അനുഭവപ്പെടുകയും ചെയ്യുന്നത് സർവ്വസാധാരണമാണ്. നിങ്ങളുടെ പ്രൊഫഷണൽ ബ്രെയിൻ ബ്രേക്ക് ഔട്ട് ആവാതെ നിലനിർത്തുവാൻ ഉപയോഗപ്രദമായ 10 ടിപ്പുകളാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് നൽകുന്നത്. വീഡിയോ മുഴുവനായും കാണുക, കാരണം 9ാമത്തെയും 10ാമത്തെയും ടിപ്പുകൾ വളരെയധികം പ്രയോജനപ്രദമാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്, ബെൽ ബട്ടൺ അമർത്തുവാനും മറക്കരുത്. ഒന്നാമത്തെ പോയിന്റ് തന്നെ, നിങ്ങളുടെ ബ്രെയിൻ ഒരു മസിൽ അല്ല, അതൊരു ബാറ്ററിയാണ്. നിങ്ങൾ കൂടുതൽ ജോലി ചെയ്യുമ്പോൾ, കൂടുതൽ ചിന്തിക്കുമ്പോൾ അതിലെ ഊർജം ഡ്രെയിൻ ഔട്ട് ആവുകയും അതിന് കൂടുതൽ ഊർജം ആവശ്യമായി വരികയും ചെയ്യും. അതിനായി നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലികൾ ദിവസത്തിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ ചെയ്യുക എന്നുള്ളത് അത്യാവശ്യമാണ്. രണ്ടാമത്, രാവിലെയുള്ള കോർട്ടിസോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും കൂടുകയാണ് ചെയ്യുക. അതിനെ നിങ്ങളുടെ സുഹൃത്താക്കി മാറ്റുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനായി രാവിലെ തന്നെ ഒരു നടത്തം ശീലമാക്കുക, ശാരീരിക വ്യായാമം ശീലമാകുക, സൂര്യപ്രകാശം ശരീരത്തിൽ ഏൽപ്പിക്കുക, രാവിലെ എഴുന്നേറ്റ ഉടനെയുള്ള ഫോണിൻ്റെ സ്ക്രോളിംഗ് പൂർണ്ണമായും ഒഴിവാക്കുക. ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് നിങ്ങളുടെ ബ്രെയിനിൻ്റെ അലേർട്ട്നെസ് വർദ്ധിപ്പിക്കും. മൂന്നാമതായി, മൾട്ടി ടാസ്കിംഗ് ഒഴിവാക്കുക. അവ നിങ്ങളുടെ ബ്രെയിനിൻ്റെ IQ കുറയ്ക്കും എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അങ്ങനെ നിരന്തരം നിങ്ങൾ ടാസ്കുകൾ സ്വിച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി കുറയുന്നു. നാലാമത്, 90 മിനിറ്റ് റൂൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ബ്രെയിനിന് 90 മിനിറ്റ് വരെ ഫോക്കസ്ഡായി ജോലി ചെയ്യാൻ കഴിയും. അതിനർത്ഥം 90 മിനിറ്റ് തന്നെ വേണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. 30 മിനിറ്റോ 40 മിനിറ്റോ 50 മിനിറ്റോ കഴിഞ്ഞാൽ 5 10 മിനിറ്റ്, അല്ലെങ്കിൽ 90 മിനിറ്റ് കഴിഞ്ഞാൽ 15 20 മിനിറ്റ് ബ്രെയിനിനും ശരീരത്തിനും റെസ്റ്റ് കൊടുക്കുക. അങ്ങനെയാവുമ്പോൾ പ്രൊഡക്ടിവിറ്റി കൂടും. എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ നല്ല രീതിയിൽ നമുക്ക് നിറവേറ്റാൻ സാധിക്കും. സ്ട്രെസ്സിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കരുത്, പകരം അതിനെ നിയന്ത്രിക്കാൻ പഠിക്കണം. എല്ലാ ദിവസവും 30 സെക്കൻഡ് വീതം പല പ്രാവശ്യമായി ഡീപ് ബ്രീത്തിങ് ചെയ്യുക. സ്ലോ ഇൻഹലേഷൻ ശീലിക്കുക. എപ്പോഴും ഷോൾഡറിനെ റിലാക്സ്ഡായി വെച്ചുകൊണ്ടിരിക്കുവാൻ ശ്രദ്ധിക്കുക. ഇവ നിങ്ങളുടെ നെർവസ് സിസ്റ്റത്തിനെ റിലാക്സ് മോഡിലേക്ക് മാറ്റാൻ സഹായകരമാണ്. ആറാമത്, ബ്രെയിനിൻ്റെ ഫ്യൂവൽ ശരിയായില്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി തീർച്ചയായും കുറയും. ഹൈ ഷുഗർ സ്നാക്സ്, എനർജി ഡ്രിങ്ക്സ്, ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുക, ഇതെല്ലാം ഒഴിവാക്കണം. ഇവയെല്ലാം ആദ്യം എനർജി നൽകുമെങ്കിലും പിന്നീട് ബ്രെയിൻ ഡ്രെയിൻ ഔട്ട് ആവുകയാണ് ചെയ്യുക. ഏഴാമത്, ഉറക്കം ഒരു ലക്ഷറി അല്ല, അതൊരു അത്യന്താപേക്ഷിതമായ ശരീരത്തിൻ്റെയും ബ്രെയിനിൻ്റെയും ഘടകമാണ്. ഒരു രാത്രി ഉറക്കം കുറഞ്ഞാൽ നിങ്ങളുടെ ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി കുറയുന്നു, ഫോക്കസ് കുറയുന്നു, കോൺസെൻട്രേഷൻ കുറയുന്നു, ശരീരത്തിൽ ക്ഷീണം അനുഭവപ്പെടുന്നു, ഇമോഷണൽ കൺട്രോൾ കുറയുന്നു, മെമ്മറി കുറയുന്നു, ക്രിയേറ്റിവിറ്റി കുറയുന്നു. നല്ല ഉറക്കം ശീലമാക്കുക. ശാരീരിക വ്യായാമം ബ്രെയിനിൻ്റെ പെർഫോമൻസ് ബൂസ്റ്ററാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കുക. എല്ലാ ദിവസവും രാവിലെ ശാരീരിക വ്യായാമം ചെയ്യുന്നത് നല്ലതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ശാസ്ത്രം പറയുന്നത് എല്ലാ ആഴ്ചയും ചുരുങ്ങിയത് 150 മിനിറ്റെങ്കിലും ശാരീരിക വ്യായാമം ചെയ്യുക എന്നുള്ളതാണ്. 9ാമത്തെ പോയിന്റ്, എല്ലാ ദിവസവും സൈക്കോളജിക്കൽ റിക്കവറി ടൈം ഷെഡ്യൂൾ ചെയ്യുക എന്നുള്ളതാണ്. എല്ലാ ദിവസവും 15 മിനിറ്റ് സൈലൻസ് പാലിക്കുക, നേച്ചറൽ ഒരു നടത്തം ശീലമാക്കുക, മ്യൂസിക് കേൾക്കുവാൻ ശ്രദ്ധിക്കുക, പ്രേയർ ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക. ഇതെല്ലാമാണ് നമ്മുടെ സൈക്കോളജിക്കൽ റിക്കവറി ടൂൾസ്. ഇവ എല്ലാ ദിവസവും ഷെഡ്യൂൾ ചെയ്യുക. 10ാമത്, നിങ്ങളുടെ സെൽഫ് ടോക്ക് മാറ്റണം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ബ്രെയിൻ റെസ്പോൺസും മാറും. ഇതെനിക്ക് കൈകാര്യം ചെയ്യുവാൻ കഴിയില്ല എന്ന് ചിന്തിക്കുന്നതിന് പകരം ഇതൊരു വെല്ലുവിളിയാണ്, ഞാൻ തീർച്ചയായും ഇത് ഏറ്റെടുത്ത് ചെയ്യുവാൻ ശ്രമിക്കും എന്ന് പറയുന്നത് നെഗറ്റീവ് സെൽഫ് ടോക്കിങ്ങിനെ പോസിറ്റീവ് സെൽഫ് ടോക്കാക്കി മാറ്റിയെടുക്കാൻ സഹായിക്കും. അപ്പോൾ തന്നെ ആങ്സൈറ്റി കുറയുകയും പ്രോബ്ലം സോൾവിങ് ഏരിയയിലേക്ക് നമ്മുടെ തലച്ചോറ്, അതായത് മസ്തിഷ്കം, കടക്കുകയും ചെയ്യും. നമ്മൾ ആവർത്തിച്ച് പറയുന്ന വിഷയങ്ങൾ ബ്രെയിൻ
അങ്ങനെ തന്നെ ഉൾക്കൊള്ളാൻ തുടങ്ങും എന്നാണ് യാഥാർത്ഥ്യം. കോർപ്പറേറ്റിലെ വിജയത്തിന് കൂടുതൽ മണിക്കൂർ ജോലി ചെയ്യുന്നത് മാത്രമല്ല ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ബെസ്റ്റ് പെർഫോമൻസ് ലഭിക്കുന്നത് ഒപ്റ്റിമൈസ്ഡ് ബ്രെയിനിൽ നിന്നുമാണ്. നിങ്ങളുടെ ബ്രെയിനിനെ സംരക്ഷിക്കുക. അത് നിങ്ങളുടെ കരിയറിൻ്റെ ഏറ്റവും വലിയ അസറ്റാണ്. അതല്ലാതെ നിങ്ങളുടെ അനുഭവമോ അല്ലെങ്കിൽ നിങ്ങളുടെ CV-യോ അല്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് ഷെയർ ചെയ്യുവാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. ഓർമ്മിക്കുക, നമ്മുടെ കരിയർ, നിങ്ങളുടെ കരിയർ ഒപ്റ്റിമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്ന രീതിയെ ഒപ്റ്റിമൈസ് ചെയ്യണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ വീഡിയോ കണ്ടതിൽ എല്ലാവർക്കും നന്ദി. നമസ്കാരം.